അതുകൊണ്ടാണ് ഈ നമ്മുടെ കൊളോസിയൻസ് കൊളോസിയൻസ് എടുത്ത് കൊളോസോസ് 3:1 കൊളോസിയൻസ് 3:1 ക്രിസ്തുവിനോടൊപ്പം പറഞ്ഞ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അതായത് ചില ക്ലേശങ്ങൾ വരുമ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പറയണത് ആ ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, അതിന് പാരലായിട്ട് ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറയണത്. പറഞ്ഞ മനസ്സിലായി? ഇത് നമുക്ക് ഈ ടെക്നിക്ക് മനസ്സിലാകണം. ആധ്യാത്മിക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അപ്രതിരോധ്യവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇന്നവിറ്റബിളായിരിക്കും, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉന്നതങ്ങളിൽ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടുന്നത് ഉന്നതങ്ങളിൽ നിന്നാണ്, നിത്യതയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതാണ് ഈശോ അതായത് തിരുവുദ്ധാനം നൽകുന്നത് മനുഷ്യൻ്റെ ഭൗമികമായ എല്ലാ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളിലും ചില ആൾക്കാർ ടെമ്പറലായിട്ട് ചില ക്ലേശങ്ങൾ ദാറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ്. ചില ക്ലേശങ്ങളെ മാറ്റാൻ പറ്റും, ചിലത് ഇന്നവിറ്റബിൾ ഈവിളാണ്, മാറ്റാനേ പറ്റത്തില്ല. ഈ മാറ്റാൻ പറ്റാത്ത കേസിന് എന്ത് ചെയ്യണമെന്ന് പറയണത് അത് നിത്യതയിൽ വരവ് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് മാർഗമില്ല. അത് നിങ്ങളെ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ കൂട്ടി വെക്കണമെന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓട്ടിസം വന്ന കുഞ്ഞുങ്ങളെ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുകയെ എനിക്ക് സങ്കടം വരും. ഓട്ടിസം കുഞ്ഞുങ്ങളെ 10 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഒരു കുഞ്ഞെ സുഖപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സുഖപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ, 10ൽ 1 വരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കണ 10ൽ 10 വരാനാണ്. കാര്യം അത് കുരിശ് മരണമാണ്. ആ ഓട്ടിസം വന്ന കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞാലേ അവിടെ കൈയും കാലും നമ്മൾ കഴുകേണ്ടി വരും. അത്രയ്ക്ക് ജീവിതമാണ്, അത്രയും കഷ്ടപ്പെട്ട ജീവിതമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുമ്പോൾ ആ മാതാപിതാക്കന്മാരെയാണ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് കൊടുക്കണത്. കുഞ്ഞിനെ അല്ല ഞാൻ പ്രാർത്ഥിക്കണത്. കർത്താവ് ഇത് മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ ഈശോ പറഞ്ഞില്ലേ, സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകത്തില്ലേ. അല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് വിഷയം. അതിനടുത്ത് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെയുള്ളത് എന്താണ്? ദൈവഹിതം നിറവേറട്ടെ. അപ്പോൾ ദൈവഹിതം നിറവേറുമ്പോൾ ഒരു ഗുണമുണ്ടാവും. എന്താ സംഭവം? അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ വരും. അതാണ് ഈശോയ്ക്ക് കിട്ടിയ ഓപ്ഷൻ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ദൈവഹിതമായിട്ട് ഇപ്പം നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഇന്നവിറ്റബിൾ ഈബിളായിട്ടുള്ള ഒരു സങ്കടം മാറ്റാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ. രോഗമാകാം, വേറെ എന്തുമാകാം. ചിലപ്പോൾ ഒരു നാശം പിടിച്ച അയൽവാസിയാകാം. അറിയാമല്ലോ, നാശം പിടിച്ച അയൽവാസികളെ നമുക്ക് ചിലർ എൻ്റെ അച്ഛാ ഒരു തിരുവഞ്ചരിച്ച് അച്ഛാ ഏതെങ്കിലും ഈ നരകത്തിൽ നിന്ന് പോട്ടെ, ഈ രാജ്യം വിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ താമസിക്കട്ടെ, അവർ നമ്മളെ പൊറുപ്പിക്കത്തില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയും, മോളെ പോകാൻ പറ്റത്തെന്ന് തോന്നുന്നില്ലെന്ന് പറയും. കാര്യം ഇതിനേക്കാൾ വലിയ പിടിച്ചതിനേക്കാൾ വലുത് അളയിരിപ്പുണ്ട്, നീ ചെല്ലുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ പണ്ടാരം വരുന്നുണ്ട്, നീയാണ് പ്രശ്നം, അവരല്ല പ്രശ്നമെന്ന് പറയും. എന്താ കാര്യം? ഇതിന് അവനെ ശക്തിപ്പെടുത്താൻ ഗെത്സെമനിൽ വായിച്ച് അവനെ ശക്തിപ്പെടുത്താൻ ലൂക്ക 22:42-43. ലൂക്ക 22:42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ശക്തിപ്പെടുത്തുക. 10ൽ 9 കാര്യവും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നടക്കും. ഒരു കാര്യം ചിലപ്പോൾ നടക്കത്തില്ല. അതാണ് ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറയുന്നത്. അതെന്താണ്? അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ പാത്രം എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റം പറയുമ്പോൾ എന്താ പറയണത്? അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ. പ്രാർത്ഥന അതാണ് സംഭവിക്കേണ്ടത്. നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണെങ്കിൽ അതിന് ശക്തി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഗോഡ് മീ, മനസ്സിലായ അച്ഛൻ പറഞ്ഞത്? മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു വിഷയമാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ അയൽവാസി തന്നെ അങ്ങോട്ട് നോക്കിയ കേസ് കൊടുക്കുന്ന പാർട്ടിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ നോക്കത്തില്ല. പിന്നെ വല്ല ഇലയും നമ്മൾ പറന്ന് വീണ അവർ പറയും അത് നിങ്ങളെ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും. നമ്മൾ അവിടെ നിന്ന് വല്ല കൃപാസനത്തിലോ വല്ലതും പോവുകയാണെങ്കിൽ അവിടെ വന്ന് നമ്മുടെ ചിരവ എടുത്തിട്ട് അവർ പോകും. ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പശുവിനൊക്കെ അവർ അഴിച്ചു വിടും, കിണറ്റിൽ കൊണ്ടൊന്ന് മാലിന്യം വിടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളോട് എവിടെ നിന്നെങ്കിലും പോയാൽ മതിയെന്ന്. പക്ഷെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഗതികേടാണ് ഇനിയത്തുള്ള അവസ്ഥ.
നമ്മുടെ ഈ 3 സെൻറ്റ് സ്ഥലവും ഈ പെരയും വിറ്റാൽ കിട്ടുന്ന കാശ് കൊണ്ട് ഇനിയൊരു വീടും സ്ഥലവും മേടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, അതാണ് എൻ്റെ വിഷയം. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് മാറുന്നില്ല, മാറാത്തൊരു തിന്മയല്ലേ, ഇതിനെന്ത് ചെയ്യും? അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, അയൽവാസിക്ക് ഇടിവെട്ട് കൊള്ളണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ആൾക്കാർ പറഞ്ഞു, കർത്താവേ ഇവിടെ എല്ലാം ഇടിവെട്ട് കൊള്ളണം, ഈ പിയാജിൻ്റെ തല ഇടിവെട്ട് കൊള്ളണമല്ല എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? ഗെത്സമനിയിലെ അങ്ങേ ശക്തിപ്പെടുത്തി അതേ മാലാഖയാൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച്. ഗെത്സമനിയിൽ അങ്ങേ ശക്തിപ്പെടുത്തിയ അതേ ദൈവശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വേദനയുടെ സമയത്ത് തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് ദൈവകൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത കൃപമതിയേ 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 അളവില്ലാത്ത കൃപമതിയേ. ജീവിതത്തിൽ ഉണ്ടാകുന്ന കളർ വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ ഭേദങ്ങൾ, അതിനെ സുവിശേഷ വിഹിതമായി എങ്ങനെ സമീപിക്കണം, എങ്ങനെ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ ഫലങ്ങളുടെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിഷയം നമ്മൾ തുടങ്ങി എങ്ങനെയാണ്? അതായത് നിങ്ങൾ യേശു ക്രിസ്തു, ഇപ്പോൾ കൊളോസ്യൻസ് 3:1 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ നമുക്ക് പരിഹാരം കാണുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ ഇത് കാഴ്ചവെച്ചിട്ട് എനിക്ക് എൻ്റെ നിത്യബഹുമതിക്ക് വേണ്ടി അത് കാഴ്ചവെക്കണമെന്ന് പറയണം. പിടിയിട്ടില്ല. അത് സ്റ്റീഫൻ അങ്ങനെയാണ് ചെയ്തത്. സ്റ്റീഫന് ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സ്റ്റീഫൻ എസ്തപ്പാനോസ് അല്ലേ? എസ്തപ്പാനോസിന് ഇതുപോലെ ചുറ്റും നിന്ന് കർത്താവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ചുറ്റും നിന്ന് കല്ലെറിയുകയും. അപ്പോൾ എസ്തപ്പാൻ ഇതാണ് ചെയ്തത്. എസ്തപ്പാൻ ചെയ്തത് കണ്ടു പഠിച്ചതിലാണ് ഈ പൗലോസ് അന്ന് അവിടെ സാവൂളായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അന്ന് എസ്തപ്പാനെ കൊന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സാക്ഷികൾ ഉടുപ്പ് ഉരുവെച്ചത് ഈ സാവൂളിൻ്റെ അടുത്താണ്. അപ്പോൾ എസ്തപ്പാനെ ഇങ്ങനെ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലണ സമയത്ത് എസ്തപ്പാൻ മേലോട്ട് നോക്കിയായിരുന്നു. മേലോട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ എസ്തപ്പാൻ സ്വരത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു, കല്യാണം പടപടാന്ന് വന്ന് കൂടണത് തല പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ്തപ്പാൻ മേലോട്ട് നോക്കിയപ്പോൾ പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കണ ഞാൻ കാണുന്നുണ്ട്, പിതാവിൻ്റെ വലത് ഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കണമെന്ന്. എന്നിട്ട് പറയും, യേശുവേ എന്ന് പറഞ്ഞിട്ട് തിരുവുദ്ധാനം ചെയ്ത് യേശുവിനെ സ്വർഗത്തിൽ എസ്തപ്പാൻ കാണും. പറയും, യേശുവേ ഈ തെറ്റുകൾ, ഇവർക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ല, എന്നെ കൊല്ലണത്, അത് ഇവരുടെ മേൽ ചുമത്തരുത് എന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് സാവുള് കേൾക്കും. ആ ഭാഗത്ത് വായിച്ചേ, അപ്പോസ്തല പ്രവർത്തനം 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അതാണ് സ്റ്റീഫനെ കല്ലെറിഞ്ഞപ്പോൾ അവൻ്റെ തല പൊട്ടി ചെതറണ സമയത്ത് അവനവരെ തന്തയ്ക്ക് വിളിക്കുകയും തെരുവിളിക്കുകയല്ല ചെയ്തത്. സാവുൾ എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ആദ്യ വേർഷൻ പുള്ളിയുടെ ഗൃഹസ്ഥാശ്രമ കാലത്ത് സംഭവിച്ചതാണ്. അപ്പോഴും സാക്ഷികൾ വായിച്ച് 7:58 അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സ്റ്റീഫനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ കല്ലെറിയാൻ നേരത്തെ ആചാരം അനുസരിച്ച് അവരുടെ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് അവര് കല്ലെറിയാൻ വേണ്ടി പോവുകയാണ്. ആ സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവുൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. ഈ സാവുളാണ് പൗലോസ് അപ്പോസ്തലൻ. അങ്ങനെ അന്ന് കൊല്ലണ കൂട്ടത്തിൽ കൂടിയ ആളാണ്. ഈ സാവുളിൻ്റെ കാൽക്കൽ സാക്ഷികൾ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു. അപ്പോൾ സാവുൾ കണ്ട കാഴ്ചയാണ് എന്താണ്? സ്റ്റീഫൻ മേലോട്ട് നോക്കണ കണ്ടായിരുന്നു.
എന്നിട്ട് ആരെ കണ്ട്? എന്നിട്ട് ശിവൻ പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കണ കാണുന്നുണ്ട്. പിതാവിൻ്റെ വലതു ഭാഗത്ത് ഞാൻ സ്നേഹിക്കുന്ന, എനിക്ക് എന്നെ വീണ്ടെടുത്ത കർത്താവ് ഉയർത്തെന്നേറ്റ് അവൻ്റെ കൂടെ വസിക്കുന്നു എന്ന് പറയും. കർത്താവേ, ഈ തെറ്റ്, ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ കൊലപാതകം പോലും ഇവരുടെ മേൽ അങ്ങ് ചിന്തരുത്. അങ്ങ് കുറിച്ച് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ തെറ്റുകൾ ഇവരുടെ മേൽ ചിന്തരുത് എന്ന് പറയും. അപ്പം അന്ന് അത് കേട്ട്, അത് ആരാണ് കേട്ടത്? സാവൂളാണ് കേട്ടത്. സാവൂൾ അന്നും ഒരു സംഭ്രമമായിപ്പോയി. കാര്യം സാവൂൾ ഒരിക്കലും കേൾക്കാത്തൊരു സംഭവമാണ്. കൊല്ലുന്നവൻ, കൊല്ലപ്പെടുന്നവൻ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്തൊരു കഥയാണ്! അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയണത്. വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാവൂള്, സ്റ്റീഫൻ തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണാണ് കാണുന്നത്. ഈ കാര്യങ്ങൾ ചിന്തിച്ച് അന്നും പോലെ തന്നെ സാവൂളിനെ ഇടറാൻ തുടങ്ങിയതാണ്. സാവൂൾ ഇടറിയത് സ്റ്റീഫൻ്റെ കൊലപാതകത്തിലാണ് ഇടറിയത്. അപ്പോഴും ഇവനെ കണ്ട യേശു ആരാണ് എന്ന് അന്ന് മുതൽ സാവൂൾ അന്വേഷിക്കുന്നുണ്ട്. യേശുവിനെ കണ്ട യേശു ആരാണ് എന്ന് സാവൂൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് പോണ സമയത്ത് തന്നെ ടക്ക് എന്നൊരു മിന്നൽ പിണർ വീണിട്ട് സാവൂൾ നിലത്തിലൂടെ പറയും, നീ പീഡിപ്പിക്കുന്ന ഈശോ ആണ് ഞാൻ എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, നീ പീഡിപ്പിക്കുന്നതല്ല, നീ അന്വേഷിക്കുന്ന ആളാണ് ഞാൻ. നീ ഇപ്പം പീഡിപ്പിക്കുന്നു, പക്ഷേ എന്നാലും നീ എന്നെ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റീഫൻ്റെ അന്ത്യമായ യാത്രയിൽ അവൻ നിലപാടെടുത്തില്ലേ? അവൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നവരെ ആശീർവദിച്ച സുവിശേഷത്തിൻ്റെ ശക്തി സ്റ്റീഫൻ കാണിച്ചില്ലേ? അന്ന് മുതൽ സാവൂൾ, നീ എന്നെ അന്വേഷിക്കുകയായിരുന്നു. നീ പീഡിപ്പിക്കുന്ന യേശു എന്നതിനേക്കാളുപരി അന്ന് സാവൂൾ തർജ്ജമ ചെയ്ത് മനസ്സിലാക്കിയത്, നീ അന്വേഷിക്കുന്ന യേശുവാണ് ഞാനെന്നാണ്. നീ അന്വേഷിക്കുന്ന യേശുവിനെ തന്നെയാണ് അവൻ സ്വർഗത്തിലേക്ക് നോക്കിയത്. അതുകൊണ്ടാണ് സാവൂൾ പിന്നീട് പറയണത്, കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ തൻ്റെ അനുഭവങ്ങളാണ് പറയണത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, പറഞ്ഞ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവേൻ. ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവേൻ. അപ്പം നമ്മൾ ഈ വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ചിലർ പള്ളിയിൽ നിന്ന് മാറാതെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അതാണ് വിഷയം. എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അടിസ്ഥാന ഘടകം എന്താണ്? നമ്മളെ വീണ്ടെടുക്കാനുള്ള ഉന്നതങ്ങളിലെ കാര്യങ്ങളാണ്. ഉടമ്പടിയും അന്വേഷിക്കണത് എന്താണ്? ഉന്നതങ്ങളിലെ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് ദൈവിക നിലപാട് എന്താണ്? ഇത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴേ വായ്പ വാങ്ങിക്കാനും വാടകയ്ക്ക് എടുക്കാനും കഴിവുണ്ടായിട്ട് പോലും കർത്താവ് അത് കണക്കാക്കാതെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തെങ്കിൽ നിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. നിൻ്റെ വിഷയങ്ങൾക്ക് എന്തിനെങ്കിലും പരിഹാരമില്ലെങ്കിൽ അത് നീ അന്വേഷിക്കേണ്ടത് തിരുവുത്ഥാനത്തിൽ കൃപയായി ആർജിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കുറിച്ച് സന്തോഷം സ്വീകരിച്ചുകൊണ്ട് ഉയർത്തുന്നതിൻ്റെ കർത്താവിനെ നോക്കിക്കൊണ്ട് വേണം നീ മുന്നോട്ട് നടക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുവാൻ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. സ്വർഗം തുറക്കുന്നത് ദൈവമിരിക്കുന്നത് കാണുവാനും കണ്ണു തുറന്നിടണേ. സ്റ്റെഫാനോസിനെ പോൽ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഉന്നതങ്ങളിലെ കാര്യങ്ങളായാലും ഭൂമിയിലെ കാര്യങ്ങളായാലും കാര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്നാണെങ്കിലും അത് പൗലോസ്, അത് സാവൂള് തർജ്ജമ ചെയ്തത് എന്താണ്? നീ അന്വേഷിക്കുന്ന യേശുവാണ് ഞാനെന്ന്. നീ അന്വേഷിക്കുന്ന യേശുവാണ്.
എല്ലാ വിഷയങ്ങളിലും ഇപ്പം നിൻ്റെ ജപ്തി നടപടിയാണ്, നിൻ്റെ ക്യാൻസർ ആകാം, എല്ലാ നടപടികളിലും നീ എന്തിനന്വേഷിക്കണം? ക്യാൻസറിന് സൗഖ്യമാണ് നമ്മൾ എമർജൻസിയായിട്ട് അന്വേഷിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ കൂടെ സമാന്തരമായിട്ട് അന്വേഷിക്കേണ്ടത് അതിലൂടെ നീ യേശുവിനെയും അന്വേഷിക്കണം. വീട്ടിലെ ദൈവം നമ്മൾ യേശുവിനെ അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഭൂമിയും ഭൂമിയുടെ സാഹചര്യങ്ങളും ദൈവം ഒരു പ്രത്യേക രീതി ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ യേശുവിനെ കണ്ടെത്താൻ വേണ്ടി കൂടിയാണ്. അപ്പം നിങ്ങൾ ഒരു സ്വരം കേട്ടാലും നിങ്ങൾ ചോദിക്കണം. യേശുവാണെന്ന് നിർബന്ധമില്ല, എന്നാലും ചോദിക്കണം. എന്താണ്? ആരാണതെന്ന് എന്നൊരു അനുഭവം ഉണ്ടായാലും, ഒരു സ്വരത്തിൻ്റെ അനുഭവം ഉണ്ടായാലും, ബൈബിളിൻ്റെ ഒരു രീതി അതാണ്. ഒരു അനുഭവം ഉണ്ടായാൽ, ഒരു സ്വരം കേട്ട്, ഇപ്പം പണ്ട് ബർത്തിമേവൂസ് എന്ന് പറഞ്ഞ ഒരുത്തനിങ്ങനെ അന്ധയാചകനായിട്ട് അങ്ങനെ ഇരിക്കല്ലേ, അപ്പോഴാണ് കരികില പുറത്തുകൂടി ഇങ്ങനെ പട്ടാളക്കാർ പോണ പോലെ ഒരു സ്വരം കേട്ട് കരികിലാണല്ലോ നിറച്ച് വഴിയിൽ. എൻ്റെ പുറത്തുകൂടി ഇവങ്ങനെ കയറി ആൾക്കാർ നടന്ന്, കുറേ ആൾക്കാരുണ്ട് യേശുവിൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ കരികിലയുടെ സ്വരം ഇവൻ കേൾക്കുന്നുള്ളൂ. ആ കരികിലയുടെ സ്വരം കേൾക്കുമ്പോൾ അങ്ങനെ എത്ര സ്വരം എപ്പോഴും കേൾക്കണേ. പക്ഷെ അങ്ങനെയല്ല, അവൻ ചോദിക്കും ആരാണ് ഈ പോകുന്നതെന്ന്. എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിനെ ചോദിക്കണം, ആരാണ് ഈ കടന്നു പോകുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നമുക്ക് പല ദുരിതാനുഭവങ്ങളാണ് ഉണ്ടാകണം. അപ്പോൾ ദുരിതാനുഭവങ്ങളല്ല നമ്മൾ കരികില സ്വരമാണ് നമുക്ക് കേൾക്കണത്. അപ്പം നമ്മൾ ചോദിക്കേണ്ടത് ആരാണ് കടന്നു പോകണത്, അതാണ് വിഷയം. ഇപ്പം ജോലിയില്ലാതെ നീ നിൻ്റെ ജീവിതത്തിൽ പോകണം, എത്ര കാലം പോകണം എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിലൂടെ ഇപ്പോൾ ആരാണ് ഈ ഒരു അവസ്ഥ നിനക്ക് നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്, ആരാണ്, അതാണ് വിഷയം. എന്നുവെച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരച്ചെത്തുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ക്രിസ്തുവിലെത്തിയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സാവകാശങ്ങളാണ് സകലസമയമായി നമുക്ക് വരേണ്ടത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. കരങ്ങളുടെ വീശി ചേർന്ന് പാടാം. ആരാധന, ആരാധന യേശുവേ, ആരാധന. അപ്പോൾ ഈ ബർത്തിമേവൂസിനെ സംബന്ധിച്ചിടത്തോളം നസ്രായന യേശുവാണ് കടന്നു പോകുന്നതെന്ന് അവൻ ചോദിച്ച് മനസ്സിലാക്കി. ആരാണ് ഈ കടന്നു പോകുന്നതെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു നസ്രായന യേശുവാണ് കടന്നു പോകുന്നത്. ലൂക്ക 18:35-36. ലൂക്ക 18:35-36. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് കരികിലപ്പുറത്തുള്ള ശബ്ദം കേട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അതാണ് വിഷയം. ഒരു കരികിലയുടെ സ്വരം കേട്ടതാണ് വിഷയം. പക്ഷെ അവൻ ചോദിച്ചു വാട്ട് ഈസ് ഹാപ്പനിങ്. ഇപ്പം നിനക്ക് ജപ്തി നടപടി വന്നാണ് വിഷയം അല്ലേ? നിനക്ക് കല്യാണം ഉറച്ചിരുന്ന കല്യാണം തലേ ദിവസം, ഇപ്പം അടുത്ത ആഴ്ച മനസ്സമ്മതമാണ്, ഈ ആഴ്ചയിൽ ആ കല്യാണം പോയി. അപ്പോൾ അയ്യോ കല്യാണം പോയി ഞാൻ തൂങ്ങിച്ചാകുമെന്നല്ല പറയേണ്ടത്. എന്താണ് സംഭവിക്കുന്നത്, ആരാണ് കടന്നു പോകുന്നത്, ഓരോ അനുഭവങ്ങളിലും ചോദിക്കണം. എന്താണ് കാര്യം? നീ ക്രിസ്തുവിനെ കണ്ടെത്താനും തിരിച്ചറിയാനും വേണ്ടി ചില അടയാളങ്ങളാണ് നമുക്ക് ആദ്യം കേൾക്കേണ്ടത്. കരികിലപ്പുറത്തൊരു സ്വരമേ കേട്ടുള്ളൂ ബർത്തിമേവൂസ്. അവൻ കുരുടനാണ്, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുപോലെ നമുക്കും ചില ആൾക്കാർ പറയും ചക്കയാണോ അച്ഛാ ചുരന്ന് നോക്കാനൊക്കെ ചോദിക്കത്തില്ലേ. നമുക്കും എല്ലാം കാണാനുള്ള കഴിവില്ല, പക്ഷെ കടന്നു പോകുന്ന സ്വരം കേൾക്കാം. അപ്പോൾ അവൻ ചോദിച്ച് മനസ്സിലാക്കും വാട്ട് ഈസ് ഹാപ്പനിങ്. അവൻ പറഞ്ഞ കർത്താവ് കടന്നു പോകുന്നു. പിന്നെ ഇവൻ്റെ ലക്ഷണം മാറി. അവൻ്റെ ആ സ്വരത്തിൽ കടന്നു പോകുന്ന ഉടമസ്ഥൻ്റെ പേരവൻ കേട്ടു. എന്താ അവൻ കേട്ടത്? നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത്. അപ്പോൾ യേശു ആരാണെന്ന് അവനെ അറിയാം. എന്താണ്? അവൻ പ്രാർത്ഥിക്കും. എന്താണ്? അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കും. എന്താ പറയണത്? യേശുവേ ദാവീദിൻ്റെ പുത്ര. എന്താണ്? ദാവീദിൻ്റെ വംശത്തിൽ നിന്നായിരിക്കും ലോകത്തിൻ്റെ രക്ഷകൻ വരാൻ പോണതെന്ന് അവനെ അറിയാം. അതുകൊണ്ടാണ് യേശുവേ
ദാവീദിന്റെ പുത്രൻ, എന്നാ രക്ഷക എന്നാ വിളിക്കണത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ. ലൂക്ക 18:38. ലൂക്ക 18:38. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എന്നിൽ കനിയണമേ. അത്രയേ ഉള്ളൂ സംഭവം. അവൻ രക്ഷക എന്ന് വിളിച്ച്, ക്രിസ്തുവിനെ എന്ത് വേണം ഞങ്ങൾക്ക് വിളിക്കാം, സാമൂഹ്യ പരിഷ്കർത്താവെന്ന, ചരിത്ര നിയന്താവെന്ന, അതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ക്രിസ്തുവിനെ വിളിക്കേണ്ട ഒരു വിളിയേ ഉള്ളൂ, എന്താണ്? രക്ഷക. അത്രയേ ഉള്ളൂ, രക്ഷക. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്നിട്ട് എന്താണ് പറയുന്നത്? രക്ഷക എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണത്? എന്നിൽ കനിയണമെന്നാണ് ചോദിക്കണം, എന്നിൽ കനിയണമേ. അപ്പോഴെന്താ പറയുക? യേശു അവിടെ നിന്നു അവനെ വിളിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ വിളിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവൻ വിളിക്കുന്ന സമയത്ത് ഇവർ കാര്യം ചെയ്യുന്നുണ്ട്. എന്താണ്? വളരെ കൃത്യമായി ചെയ്യണ രീതി, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ഈ ബർത്തിമേസ് ചെയ്യണത്. എന്താണ്? വിളിച്ച ഉടനെ ആൾക്കാർ വന്ന് പറഞ്ഞു, നീ വിളിച്ചതാണ്, ഈശോ അവിടെ നിൽക്കുന്നുണ്ട്, നിൻ്റെ വിളി കേട്ട് നിന്നോ, നിന്നെ തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു. തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞോടുകൂടി ഇവൻ ചെയ്തത് എന്താണെന്നറിയാവോ? അത് ഭയങ്കര സംഭവമാണ്. അപ്പം ചിന്തിച്ചു പോകും. ഇവൻ്റെ ഈ പുറം കുപ്പായം എടുത്ത് അവൻ എറിഞ്ഞു കളഞ്ഞു. പുറം കുപ്പായം എടുത്ത് എറിഞ്ഞു കളഞ്ഞു. ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും നടപടിക്രമങ്ങളെന്ന, പുനരുദ്ധാനം ചെയ്ത യേശുവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല നടപടിക്രമങ്ങളാണ്. കാരണം ഇവൻ്റെ ഈ മുഖത്തിലെ വിയർപ്പും അതുപോലെ തന്നെ തുപ്പലും ഒക്കെ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഈ പുറംകുപ്പായം കൊണ്ടാണ് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് കളയണത് തുടക്കമൊക്കെ. അപ്പം അതുകൊണ്ട് ഇതത്ര നല്ല തുണിയല്ല, ബാക്ടീരിയയൊക്കെ ഉള്ള പൊല്യൂട്ടഡായ സംഭവമാണ്. ഈ സാധനം ഇവൻ എടുത്ത് എറിഞ്ഞ് കളയും. എന്നിട്ടാണ് ഇവൻ ക്ലീനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കണത്. അപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? എന്താണ്? വായിച്ചേ. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതാണ് വിഷയം. ഇപ്പം എല്ലാവർക്കും ഒരു കാര്യമല്ല ചെയ്യണത്. ഇപ്പം നിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ നിയോഗമായിരിക്കത്തില്ല നിൻ്റെ അനിയത്തിൻ്റെ നിയോഗം. അപ്പോൾ എപ്പോഴും നമ്മളെ പർട്ടിക്കുലറായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെ ദൈവം മാനിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണത്. ആ വചനം എത്രയാണെന്ന് നോക്കിയേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 10:51. ഒന്നിന് വായിച്ചേ. അതായത് മർക്കോസ് 10:51. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയണത്. നമുക്ക് എന്തും കർത്താവിനോട് ചോദിക്കാവുന്നത് ഈ വചനം വെച്ചാണ്. കാര്യം നിൻ്റെ അനിയത്തിയുടെ ആവശ്യമായിരിക്കത്തില്ല ചേച്ചിക്കുള്ളത്, ആ ചേച്ചിയുടെ ആവശ്യമായിരിക്കും അമ്മയ്ക്കുള്ളത്, എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ചോദിക്കണത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിൻ്റെ ആഗ്രഹം എന്താണെന്നാ അത് ഭയങ്കര ചോദ്യമാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. എൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നിറവേറുമെന്നല്ല എൻ്റെ അർത്ഥം. അതല്ല എൻ്റെ അർത്ഥം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഇപ്പം നമ്മുടെ ഏറ്റവും കാതലായ ആവശ്യമാണല്ലോ നമ്മളെ നിയോഗത്തിലിടുന്നത്. അതിനെ കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നിൻ്റെ ആഗ്രഹം പോലെ ഞാൻ നിന്നെ സഹായിക്കാം. അതെന്തൊരു സംഭവമാണത്. ഉടമ്പടിയുടെ എല്ലാ വിഷയത്തിൻ്റെ പേരും തീരുമാനം ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ വചനത്തിലാണ്. എന്താ കാര്യം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അതുപോലെ സഹായിക്കാമെന്ന്. പക്ഷെ ബർത്തിമേവൂസ് ഒന്നൊന്നര ഉരുപ്പടിയാണ്. അവൻ പറയുവേ, എനിക്ക് നിന്നെ കാണണമെന്ന് പറയും. അതാണ് സംഭവം. എനിക്ക് എൻ്റെ ആഗ്രഹം അനുസരിച്ച് കാണിക്കണമല്ല, എനിക്ക് വേണ്ടത് എന്താണ്? ഐ വാണ്ട് ടു സീ യു. എനിക്ക് നിന്നെ കാണണം. അതിനെന്ത് ചെയ്യണം? എനിക്ക് കാഴ്ച തരണം. ഹല്ലേലൂയ. ലൂക്ക 18:41. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പം പണ്ടുണ്ടായിരുന്നതാണ്, പിന്നെ പോയി. ഇപ്പം എന്താ അവൻ പറയണത്? ബേസിക്കായിട്ട് അവൻ പറയണത് എന്താണ്? എനിക്ക് എന്താഗ്രഹത്തേക്കാൾ വലുതാണ് ഐ വാണ്ട് ടു സീ യു. എനിക്ക് കാഴ്ച കിട്ടിയിട്ട് ആദ്യം കാണാൻ പോണ ആരെയാണ്? നിന്നെയല്ലേ. അതാണ് വിഷയം. അപ്പോൾ നിങ്ങളെ ഓരോ കാര്യം ഉടമ്പടി എഴുതിയിടുമ്പോഴും ആദ്യത്തെ നിയോഗം എന്തായിരിക്കണം? കർത്താവേ,
എനിക്ക് നിന്നെ അറിയണം എന്ന് പറഞ്ഞ്, കർത്താവേ കർത്താവേ എനിക്ക് നിന്നെ അറിയണം, എനിക്ക് നിന്നെ അറിയണം, എനിക്ക് നിന്നെ സ്നേഹിക്കണം, എനിക്ക് നിന്നെ സ്നേഹിക്കണം, നിന്റെ സാക്ഷിയായി ജീവിക്കണം, നിന്റെ സാക്ഷിയായി ജീവിക്കണം, എന്നെ എന്നെ അറിവിന്റെ അനുഭവ തലങ്ങളിലേക്ക് ഉയർത്തണമേ. ഉയർത്തണമേ. Praise the Lord. Praise the Lord. ഈ സാക്ഷിയായി ജീവിക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ കാര്യം. ഇപ്പം നമ്മൾ 10:41 വായിച്ചില്ലേ, ആർക്കാണ് ദൈവത്തിൻ്റെ അടയാളം കിട്ടണത്? സാക്ഷികൾക്കാണ് കിട്ടണത്. നടപടി പുസ്തകം 10:41 വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:41. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. 10:40. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. ദൈവം ഈ പ്രത്യക്ഷനാക്കുന്നത്, അടയാളങ്ങൾ നമുക്ക് നൽകുന്നത് ബേസിക്കായിട്ട് ആർക്കാണ്? സാധാരണ വിശ്വാസികൾക്കല്ല, പിന്നെന്താണ്? സാക്ഷികൾക്കാണ്. അതാണ് എൻ്റെ വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നിങ്ങളെ ഇപ്പോൾ പത്രം കൊണ്ടേ കൊടുക്കുകയാണ്, നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ കിട്ടാനുള്ള വലിയ സാധ്യതയാണ് ഈ സാക്ഷ്യം തുറന്നു തരണത്. നിങ്ങൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഉപവിപ്രവർത്തനം ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, നിങ്ങൾ ക്ഷമിക്കാതെക്കാൻ പറ്റാത്തവരോട് നിങ്ങൾ ക്ഷമിക്കുന്നവരുണ്ട്. സുവിശേഷം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണ് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ബേസിക്കായിട്ട് എന്താ ചെയ്യണത്? നിങ്ങൾ സാക്ഷികളാകുകയാണ്. അപ്പോൾ എല്ലാവർക്കുമല്ല, പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ ലഭിക്കുന്ന ആർക്കാണ്? സാക്ഷികൾക്കാണ്. അതുകൊണ്ട് എന്താണ് കർത്താവ് പറയുന്നത്? ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 5:32. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസാണ്. ഏറ്റവും കുറഞ്ഞ ഒരു വിശ്വാസി എന്ന് പറയണത് ഒരു ഏറ്റവും വില കുറഞ്ഞ സ്റ്റാറ്റസാണ്. ബൈബിളിൽ അതിന് വലിയ ഈ ഓടയമ്പ ചെമ്പ പിശാലോമിനി എന്ന് പറഞ്ഞാൽ പഴയ അലൂമിനിയത്തിൻ്റെയൊക്കെ പഴയ പൊട്ടി അലൂമിനിയം കൊടുത്തിട്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ പാല് മിഠായി മേടിക്കുമായിരുന്നു. അതുപോലെ വക്ക് അലൂമിനിയത്തെ വരെ വിശ്വാസിക്കുള്ളൂ, ഒന്നും ചെയ്യാനില്ല. സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സാക്ഷിയാണ്. ശരിക്കും ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ഈ പ്രത്യക്ഷീകരണം എല്ലാവർക്കും അല്ലെന്ന് വെച്ചാൽ വിശ്വാസികൾ എല്ലാവർക്കും അല്ലെന്ന് അർത്ഥം. പിന്നെ ആർക്കാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലം കിട്ടിയത്? സാക്ഷികളായി തിരഞ്ഞെടുത്തവർക്കപ്പെട്ട് കാണാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി ചെയ്യുന്ന ഓരോ വിഷയവും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിട്ട് വേണം എടുക്കാൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹത്തോടെ പെരുമാറുന്നതും ശത്രുക്കളെ സ്നേഹിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും എല്ലാം സാക്ഷ്യത്തിൻ്റെ പത്രം കർത്താവിനെ അറിയാൻ കൊടുക്കുന്നതെല്ലാം ഒറ്റ ബേസ്മെൻ്റാണ്. എന്താണ് കാര്യം? സാക്ഷികൾ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞങ്ങളെ കർത്താവിൻ്റെ ലൂക്ക 24:48 നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അതായത് സാക്ഷ്യം എന്നുള്ള വിഷയത്തിന് മാത്രമേ ദൈവം മുൻഗണന കൊടുക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു കേവല വിശ്വാസിയായിട്ട് ജീവിച്ച് മരിച്ചിട്ട് ഒരു കഥയുമില്ല. സാക്ഷികളാകാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി നിങ്ങളെ ഒരുക്കുന്നത്. നിങ്ങൾ ഉടമ്പടി പ്രകാരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവെ നിൻ്റെ സാക്ഷിയാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും സാക്ഷ്യം വഹിക്കാൻ കൃപയും നിലനിർത്തുമെന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും എഴുന്നേൽക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ
കുരിശിന്റെ വഴിയെ ജീവിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, അന്ത്യം വരെ സാക്ഷിയാകുവാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെ സാക്ഷിയാകുവാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സൗഖ്യ പ്രാർത്ഥനയിലേക്കും വീരശക്തിയുടെ ജീവിത ദുരന്ത അവസ്ഥകളിലുള്ള സഹോദരങ്ങളെ വിടുതൽ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. യേശുവേ, നന്ദി യേശുവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനം കഴിഞ്ഞ് 34 വർഷം നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയുടെ ശക്തിയാൽ അങ്ങനെ അവകാശമോഹര്യമാകുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ, കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചുവടിനെ കേളി നൽകിയവനെ, കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, നിന്റെ തിരുമുറുപാർന്ന് വലതു കരം അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും കർത്താവേ ഈ നിമിഷം കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ സ്പർശിക്കണമേ, വിശുദ്ധമായ രക്തം കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരകരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതി. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണം. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അറിവോടെ നോക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരഭർത്തകന്മാരിൽ നിന്ന് പിരിഞ്ഞു താമസിക്കുന്നവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, കടകമ്പോളങ്ങൾ കൊണ്ട് ജീവിതം, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉപത്തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ, അങ്ങനെ അവരുടെ ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോകുന്നവരെ, അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സ്കൂൾ കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരുടെ പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ ഭാവി വിദ്യാഭ്യാസം ഭാസ്വരമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമം, കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവെ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൺലൈനിലുള്ളവരെയും വൃത്താടത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി തടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിരിച്ചുവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സസ്പെൻഷനിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ തിരികെ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ഭവന രഹിത ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വഴിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ലോൺ പാസ്സാകാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സ്ഥിതി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൽ വഴക്കുകൾ, കലഹങ്ങൾ, കൊലാഹലങ്ങൾ മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരില്ലാത്ത, ചോറുണ്ണാൻ പറ്റാത്ത രീതിയിൽ വെണ്ണീരോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അയൽവാസികളുടെ ഭിന്നതയും രൂക്ഷമായ മത്സരങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ മാർഗ രോഗങ്ങൾ തീരാ വേദകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ
തിരുമുൻപിനാ അറിവോടെ എന്നെ നോക്കണമേ. എൻ്റെ മക്കളെ, വ്യത്യസ്ത യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്, യാത്രാരേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്, കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ആഭിചാര ഭയങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, മാറാത്ത രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും കളഞ്ഞുപോയ വസ്തുക്കൾ, ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും അന്യൻ്റെ കയ്യിലാക്കി അന്യാധീനപ്പെട്ടു പോയ സ്വത്തുക്കൾ, ഇങ്ങനെ ഓരോ മേഖലകളിലെ വിഷമം അനുഭവിക്കുന്നവർ ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയായി ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജീവിതമാർഗം മുടിഞ്ഞു നിറച്ചു പോയൊരു കർത്താവെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുരുക്കുകൾ, സാമ്പത്തിക കുരുക്കളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അന്യാധീനപ്പെട്ട സ്വത്തുകൾ, അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളിൽ കർത്താവ് വെച്ച പദ്ധതികൾ, ആഗ്രഹിച്ച രീതികളിൽ വന്ന പോരായ്മകൾ, പാളിച്ചകൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ കർത്താവ് പെട്ടെന്ന് എല്ലാത്തിനും പാളിച്ച വന്ന പോലെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ അന്തം വിട്ട് നിൽക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവർ ആവശ്യിക്കാൻ സാക്ഷ്യം പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമാർ. അവരുടെ സ്തുതികളെ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനാ അറിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവിടുത്തെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീവ്ര വേദനയുടെ സമയത്ത് ഗെത്സമനേയിൽ ഈശോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിലും കൂടുതൽ തീക്ഷ്ണമായി പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കൃപയിൽ നിന്നുകൊണ്ട് ദൈവശക്തി കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.